അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇറാൻ്റെ ആക്രമണം കണ്ട് ട്രംപ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നേരെ അക്രമങ്ങൾ നടക്കുമ്പോൾ നമുക്ക് വിചാരിക്കുന്നത് ഇറാൻ ഇങ്ങനെ ഒരുപാട് മിസൈലുകൾ ഇങ്ങനെ ചീരിപ്പായുന്നുണ്ട്, അതിലൊന്നും കാര്യമില്ല എന്നാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മർമ്മം നോക്കിയാണ് ഓരോ മിസൈലുകൾ ചീരിപ്പാഞ്ഞു കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് ട്രംപ് ഞെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഈ കാണുന്ന ഒരു റഡാർ, ഏകദേശം ലോകത്തിൽ 12 റഡാറുകളാണുള്ളത്. അതിൽ ഒരുപാട് 300 മില്യൺ ചിലവ് വരുന്ന ഈ റഡാർ ഒരു മിസൈലുകൾ വരുമ്പോഴൊക്കെ അതിനെ തടുക്കാൻ ആ രാജ്യത്തിൻ്റെ സുരക്ഷിതയ്ക്ക് വേണ്ടി സ്ഥാപിച്ച അതിൻ്റെ നേരെ മർമ്മം നോക്കി തകർക്കണമെങ്കിൽ ആ ഇസ്രായേലിൻ്റെ ആ കൃത്യമായ പ്ലാനൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. ജോർഡാനിൽ സ്ഥാപിച്ച, അതുപോലെ സൗദിയും UAE നടക്കുന്ന, ഇപ്പോൾ ഇതുവരേക്ക് ഇത്രയും ആക്രമണങ്ങൾ നടക്കുമ്പോഴൊക്കെയും ഈ സൗദിയൊക്കെ തിരിച്ചടിക്കാതിരിക്കാതിൻ്റെ ചില കാരണങ്ങൾ ഇതാണ്. അവരുടെ പ്രതിരോധ ശക്തിയെ തന്നെ, പ്രതിരോധ സംവിധാനത്തെ തന്നെ തകർത്ത്, റഡാർ തകർത്തുകൊണ്ടുള്ള ഈ ഇറാൻ്റെ ആക്രമണം അത് അവർ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ്. നമുക്ക് 12 സ്ഥലങ്ങളിലാണ് ഈ റഡാർ ഉള്ളത്. അതുപോലെ സൗദിയിലും UAE-ലും ജോർഡാനുള്ള ഈ റഡാർ പരിപൂർണമായി തകർക്കണമെങ്കിൽ എത്രത്തോളം കൃത്യമായ ഒരു പ്ലാൻ ഇവർക്ക് പദ്ധതി ഉണ്ടാകണമെന്നാണ് മനസ്സിലാകുന്നത്. രണ്ട് ആക്രമണങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ, ഇത്രക്കും ഭീകരമായ ആക്രമണങ്ങൾ ഒരിക്കലും അവർ പ്രതീക്ഷിക്കുക പോലും ചെയ്തിട്ടില്ല. ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇറാൻ നടത്തുന്നുണ്ടെന്നാണ്. നമുക്ക് ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കൂ ഇത് വെറുതെ ഇങ്ങനെ നടക്കുന്നതാണ്. ഈ ചില ചിത്രങ്ങൾ നാം കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ വളരെ കൃത്യമായ റിപ്പോർട്ടുകളാണ്, വളരെ മനസ്സിലാക്കി തരുന്ന, അത്ഭുതപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ്. ഇത്രയ്ക്കും ശക്തമായിട്ടാണ് ട്രംപ് പറയുന്നത്. റഷ്യയുടെയും അതുപോലെ ചൈനയുടെ സഹായം കൊണ്ടാണ് ഇത്രയും കൃത്യമായി ഇവർ ഇത് പ്ലാൻ ചെയ്തുകൊണ്ട്, പദ്ധതി ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള മിസൈലുകൾ വിടുന്നതുമെന്നും. കാരണം ഈ ജോർഡാനുള്ള ഈ റഡാർ, ഇത് ഒരിക്കലും സഹിക്കാനും താങ്ങാനും പറ്റാത്ത ഒരു നഷ്ടമാണ് അമേരിക്കക്ക് ഉണ്ടാക്കിയത്. അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ആക്രമണമാണ്. നാം ഓരോ ദിവസങ്ങൾ വാർത്തകൾ കേൾക്കുമ്പോൾ ചില വാർത്തകൾ എൻ്റെ പ്രിയപ്പെട്ടൊന്നും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ഇതൊക്കെ കൃത്യമായ വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് ഇറാൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നാണ്. നാം ഒരാൾ ആക്രമിക്കുമ്പോൾ ആദ്യം ട്രംപ് പറഞ്ഞത് എന്താണ്? ഈ ഖൊമേനി മരണപ്പെടുന്നതോടുകൂടി അവിടെ എല്ലാം തീറു എന്നാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. വളരെ ശക്തമായ തിരിച്ചടി ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. സൗദി പോലും ആക്രമിക്കാൻ പോലും മുന്നോട്ട് വരാതിരിക്കാനുള്ള ഏറ്റവും കാരണം പ്രതിരോധ സംവിധാനം തന്നെ നഷ്ടപ്പെട്ടാൽ പിന്നെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക? കാരണം ഇങ്ങനെ പ്രതിരോധിക്കാൻ പോയാൽ ശക്തമായ വലിയ സാമ്പത്തികമായ നഷ്ടമുണ്ടാകുമെന്ന് കൃത്യമായി അറിഞ്ഞതുകൊണ്ടാണ് ഇത് പ്രതിരോധിക്കാതെ കണ്ടിങ്ങനെ ഇരിക്കുന്നത്. യുദ്ധത്തെക്കുറിച്ചൊക്കെ ഹദീസിലൊക്കെ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, യുദ്ധമെന്ന് പറയുന്നത് അതിൽ ഏറ്റവും വേദനിപ്പിക്കുന്നത് ആ പിഞ്ചു മക്കൾ. നമുക്ക് ഇറാനിലെ ആ കുഞ്ഞു മക്കളെ അല്ലേ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് തിരിച്ചു വരുമ്പോൾ യാ അല്ലാഹ് എന്നിട്ട് പറയുന്നത്, നാം അവരെ ഇല്ലാതാക്കിയാൽ ഇറാൻ്റെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകും, പല രീതിയിലുള്ളത്. കാരണം ഈ പിഞ്ചു മക്കളെ കൊന്നുകൊണ്ടാണോ ഇത് ചെയ്യേണ്ടത്? മറ്റു രാജ്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കാരണം അത് നടക്കൂലെന്നറിയാം. അപ്പോൾ ഈ യുദ്ധങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നല്ലതല്ല. നമുക്ക് ഈ പരിശുദ്ധ റമദാനിലേക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.